ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാറ്റ് റെസ്റ്റോറൻറ്റ് ചാനൽ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് തന്നെ വിശ്വസിക്കുന്നു. സോ എക്സ്പ്ലനേഷൻ അബൌട്ട് ജാസ്മിൻ ജാഫർ ഫോൺ കോളിനെ പറ്റിയിട്ട് സീക്രട്ട് ഏജൻറ്റ് എന്നുള്ളൊരു ഗംഭീര വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില ടോക്കിംഗ് ടോണും ആ ഒരു ആവേശമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ഇവൻ പിടിച്ചു പോയിരുന്നെങ്കിൽ നല്ലൊരു BB മെറ്റീരിയൽ ആയനെ. വാട്ട് എവർ, ഇറ്റ്സ് ഡൺ, ദാറ്റ് പാർട്ട് ഇസ് ഡൺ, ഗെയിം കഴിഞ്ഞു. സോ പുള്ളി അങ്ങനെയാണ് അവിടെ ഗെയിം കളിച്ചത്. പുള്ളി ഇപ്പോൾ പറയുന്നുണ്ട് പുള്ളി ഹാപ്പിയാണ്, പുള്ളി ഫിനാൻഷ്യലി ഓക്കെയാണ്, നല്ല രീതിയിൽ നല്ല കാര്യം. അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ, നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പോട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പം ഇവിടെ പറഞ്ഞു വന്നത്, സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ലിറ്ററലി ഞെട്ടി. പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി. എന്തേ പറയാൻ ലേറ്റായേ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. കാരണം സീക്രട്ട് ഏജൻറ്റ് ഇതൊന്നും എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിലല്ല, പട്ടപ്പെട്ടെന്ന് പൊട്ടിക്കാറുണ്ട്. എന്തോ ലേറ്റായി. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, എല്ലാവരും കാണണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം എനിക്കും പറയാൻ കുറച്ച് കാര്യങ്ങൾ. ഒരു മിനിറ്റ്, ചുമ വരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യം തന്നെ പറയാം. പുള്ളി അതായത് ഇപ്പോൾ ജാഫറൊക്കെയായിട്ട് കാണാൻ സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ദിയ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്, മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജാഫർ അങ്കിളിനെ മീറ്റ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ജാസ്മിനോട് സംസാരിക്കുമായിരുന്നു. കാരണം നൻപൻ, പാസം, ഫ്രണ്ട്ഷിപ്പ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് സീക്രട്ട് നിന്നിരുന്നത്. അപ്പോൾ സീക്രട്ട് അതിനെപ്പറ്റി പറയുമായിരുന്നു. അതിലൊന്നും ഒരു റിഗ്രറ്റും ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ലിറ്ററലി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗെയിം കളിക്കാൻ പോകുമ്പോൾ ഗെയിം കളിക്കാനാണ് പോകേണ്ടത്, ഫ്രണ്ട്സിനെ രക്ഷിക്കാനൊക്കെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സായി അങ്ങനെയാണ്, സീക്രട്ട് ഏജൻറ്റ് അങ്ങനെയാണ്. സീക്രട്ട് ഏജൻറ്റ് ഫ്രണ്ടിനെ ഹെൽപ്പാക്കാൻ പോയതാണെന്ന് പറയുന്നു. അതിലിപ്പോൾ നീ എന്തിനാ ഹെൽപ്പാക്കിയതൊന്നും ചോദിക്കാൻ പറ്റില്ല. അതൊക്കെ അവൻ്റെ മനസ്സാണ്, അവൻ്റെ തോട്ടാണ്, അവൻ്റെ കാര്യങ്ങളാണ്. അത് അവൻ്റെതായ രീതിയിൽ അവൻ പൊതുവേ കുറച്ച് ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും നമുക്കൊന്നും പറയാനൊന്നുമില്ല. പിന്നെ വിവി മച്ചാനെ, നീ ഇത്രയും വലിയൊരു വിഷമായിരുന്നു എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നീ എൻ്റെ അടുത്ത് പറഞ്ഞ കുറേ കഥകളുണ്ട്. അത് കേട്ടിട്ട് ഞാനും മറുപടി തന്നിട്ടുണ്ട്. കാരണം നീ ഓരോ ഇപ്പോൾ ഡോക്ടറിനെ പറ്റിയിട്ടും പൂരിയെ പറ്റിയിട്ടും ഈ സീക്രട്ടിനെ പറ്റിയിട്ടും സ്നേഹയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കും ഈ പറഞ്ഞ മാതിരി വോയിസൊക്കെ എടുത്ത് വച്ചിട്ട് കണകുണ കാണിച്ച് ശീലമില്ല. നമ്മൾ പിന്നെ എടുത്തു വയ്ക്കും, വിത്ത് പെർമിഷൻ നമ്മൾ പറയും, മച്ചാനെ നമ്മളിത് റെക്കോർഡ് ചെയ്യണം, പിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അല്ലാതെ ഇരിക്കുന്നതും മുള്ളണതും തൂറുന്നതും ഒക്കെ വീഡിയോ വോയിസും എടുത്ത് വെച്ചിട്ട് ഈ ഒരു ഡാൻലെസ് പേഴ്സണാലിറ്റി നമ്മൾ കാണിക്കാറില്ല. അപ്പോൾ വിവി ഈ ഒരു സംഭവം പൊട്ടിച്ചായിരുന്നു. ഇടയ്ക്ക് മെസ്സേജ് വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, സീക്രട്ട് ഏജൻറ്റിൻ്റെയും ഇവരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വിവി പൊട്ടിച്ചായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കേട്ടിട്ടില്ല, ലൈക്ക് വിവി പറഞ്ഞിട്ടില്ല. അതിനകത്ത് വിവി പറഞ്ഞിട്ടാണ് ഈ ഒരു കോൾ ചെയ്തതെന്നും ജാഫർ അങ്കിളിനോട് സംസാരിക്കാൻ ഒരു സജഷൻ കൊടുത്തത് വിവിയാണെന്നും കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ വിവി അവിടെ പറഞ്ഞിട്ടില്ല, വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഈ ടോപ്പിക്കിനെ പറ്റി എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി സ്നേഹ പ്രൊവോക്ക് ചെയ്തു, സ്നേഹയ്ക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, അപ്പോൾ സ്വന്തം ഭർത്താവിനെ ഇട്ടുകൊടുത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചില്ല. കാരണം ഹെൽമോസ്പാട്ടിൻ്റെ വീഡിയോയിൽ തന്നെ അതായത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ക്ലാരിറ്റി തരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനും മിണ്ടാതിരുന്നത്. ഐ ഫെൽറ്റ് പേഴ്സണലി എന്തുകൊണ്ടാണ് സ്നേഹയ്ക്ക് അറിഞ്ഞിട്ടും സ്നേഹം എന്താണ് അങ്ങനെ മിണ്ടാണ്ടിരുന്നേ എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ വിവി എന്ന് പറയുന്ന വ്യക്തി ഈസ് റിയലി ക്രൂക്കഡ്. കാരണം അവൻ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് അത് തന്നെ എടുത്ത് അവൻ മറ്റൊരാളിലോട്ട് പ്രയോഗിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആരുടെയൊക്കെ ഇമേജ് പോയി എന്നറിയാമോ, ഇനി ആരുടെയൊക്കെ പോകാൻ പോകുന്നുണ്ടെന്നറിയാമോ? ഡോക്ടർ റോബിൻ, ജാസ്മിൻ, സീക്രട്ട് ഏജൻറ്റ്, സ്നേഹ, അവരെയൊക്കെ സൊസൈറ്റിയുടെ മുന്നിൽ ഒരു വൃത്തികെട്ട ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ പിക്ചറൈസ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. സ്നേഹ പ്രൊവോക്ക് ചെയ്തു, അതുകൊണ്ട് എടുത്തു. എന്നാൽ ഇത് ഞാനാണ് ചെയ്തു വച്ചതെന്നുള്ള പൂർണ്ണ ബോധം വിവിക്കുണ്ടല്ലേ. എന്ത് സെൽഫ് ഡിഫെൻസാണ് വിവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് സെൽഫ് ഡിഫെൻസ് അല്ല, സ്വയം കുഴി തോണ്ട എന്നുള്ളതാണ് വിവി ചെയ്തു വച്ചത് അല്ലേ. ആൻഡ് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ വേറൊരു കാര്യം, ഈ ജാസ്മിനോടുള്ള അത് ഞാനും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ലിറ്ററലി ഞാനും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ആരോ പറഞ്ഞൊരു സംഭവമുണ്ട്, ജാസ്മിനോട് ഒരു റിവെഞ്ച് ഉണ്ടായിരുന്നു. ആ റിവെഞ്ച് ഇത് തന്നെയാണ്. കല്യാണത്തിന് പോയപ്പോൾ കാണുകയും
അങ്ങനെ ഒരു ഇത് തോന്നുകയും അതിന് എഗൻസ്റ്റ് ആയിട്ട് അവിടെ ഒന്ന് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മളെയും വലിപ്പിച്ചല്ലോ എന്നുള്ളൊരു തോട്ട് ബിബിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ബിബി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗെയിമിനേക്കാൾ കൂടുതൽ അവരുടെ ഇന്ത്യപ്പ് കുടുംബത്തിലോട്ട് കയറി കളിച്ച് പൈസ ഉണ്ടാക്കിയത് ആരാണ്? ബിബി തന്നെയാണ്. ആരുടെ പേരും പറഞ്ഞുകൊണ്ട് അഫ്സൽ എൻ്റെ ഫ്രണ്ടാണ്, അഫ്സലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടെന്ന്. ഈ അഫ്സലിൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന താങ്കൾ ഈ പെൺകൊച്ചിനെ വലിക്കാൻ നോക്കിയിരുന്നു എന്നുള്ള സത്യം എന്തേ താങ്കൾ അങ്ങോട്ട് വിഴുങ്ങിയത്? എന്തേ താങ്കൾ അങ്ങ് മറന്നത്? ഇപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റ് സംസാരിക്കുന്നു, കോപ്രോമച്ചൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നു, അങ്ങനെ പല ആൾക്കാരും പല കാര്യങ്ങളെയും പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളുടെ വോയിസ് റെക്കോർഡ് എടുത്ത് വച്ച് കഴിഞ്ഞാൽ എവിടെയും ചെന്ന് അവസാനിക്കത്തില്ല കാര്യങ്ങൾ. മനസ്സിലായി? എവിടെയും ചെന്ന് അവസാനിക്കത്തില്ല. ആൻഡ് ബിബി എടുത്ത് വയ്ക്കുന്ന ഈ വോയിസ് നോട്ടിൻ്റെയൊക്കെ എഡിറ്റഡ് പോർഷൻസ് ആണ് അവിടെ ഇവിടേക്ക് ഇടുന്നത്. അപ്പോൾ തനിക്ക് എന്താ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലിറ്ററലി ഒരു വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് വേറൊരു കാര്യം, ഞാൻ ബിബിയുടെ വീഡിയോസ് കാണാറുണ്ട്. ബിബിയുടെ വീഡിയോ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ജാസ്മിൻ എങ്ങനെയോ കളിച്ചോട്ടെ, ജാസ്മിനെ പോസിറ്റീവ് നെഗറ്റീവ് അതവിടെ കളിച്ചോട്ടെ, പക്ഷേ ജാസ്മിൻ്റെ ഫ്രണ്ടായ ബിബി, അതായത് PR അല്ലെങ്കിൽ പേജ് നോക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ബിബിയിലോട്ട് പോകണേടാ, അവൻ്റെ പേജ് നോക്കണം, കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിച്ചിട്ട് അകത്ത് പോയതിന് ശേഷം അവൻ എൻ്റെ കുടുംബത്തിൽ കയറി തോണ്ടുക, മാന്തുക, എനിക്കൊരു ലവർ ഉണ്ടെങ്കിൽ അയാളെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ഈ അഫ്സലിനെ കൊണ്ട് ചാറ്റ് ബോക്സ് പുറത്തേക്ക് ഇടിയിക്കാനുള്ള അവസ്ഥയിൽ വരെ എത്തിച്ചത് ബിബിയാണോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ജാസ്മിനെ പുറകിൽ നിന്ന് കുത്തിയെന്നല്ല ഞാൻ പറയാം, ആ കൊച്ചിനെ പച്ചയ്ക്ക് നിർത്തി കത്തിച്ച് ആ A to Z കാര്യങ്ങൾ സംസാരിച്ച് ഇവിടെ ഒന്നും ബിബി പറഞ്ഞിട്ടില്ല. ബിബിക്ക് ആ കൊച്ചിനോട് ഒരു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ടിക്കറ്റ് എടുത്ത് പോയ കാര്യവും ഒന്നും ബിബി എവിടെയും സംസാരിച്ചിട്ടില്ല. അതേപോലെ ജാഫാങ്കളുടെയും സീക്രട്ട് ഏജൻറ്റിൻ്റെ ഇടയിൽ ബിബി കടന്ന് കളിച്ച കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ബിബി, പല നാൾ കണ്ണൻ. ഓക്കെ, തനിക്കെതിരെ സംസാരിച്ച് തനിക്ക് പേജ് കൂട്ടിക്കലും ഒക്കെ ഭയങ്കര സംഭവമാണ്. ഇതിപ്പോൾ കൂട്ടിക്കലും കാര്യങ്ങളൊക്കെ നമുക്കുള്ള കാര്യം നമ്മൾ തന്നെ ഓപ്പണായിട്ട് പറയും. ഈ 3 ആൾക്കാർ, അതേപോലെ സ്നേഹ, ആ കൊച്ചിനെ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടുകൊടുത്ത് ആ കൊച്ചിന് പ്രശ്നം ഉണ്ടാക്കി എന്ത് നേടി സീക്രട്ട് ഏജൻറ്റ് ഓപ്പൺ ചലഞ്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റും നമ്മളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ പറ്റിയും സംസാരിച്ചിട്ടുണ്ട്, അവൻ എന്നെ പറ്റിയും സംസാരിച്ച് നമ്മൾ ആ രീതിയിൽ എടുക്കുന്ന ടീംസാണ്. ടു ബി ഫ്രാങ്ക്, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഞാൻ അവന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളും ഈ പറഞ്ഞ മാതിരി നമുക്കിട്ട് പണിയുന്ന ആൾക്കാരെ നമ്മൾ മുന്നിൽ കണ്ട പിടിച്ചിടിക്കും എന്ന് പറഞ്ഞാൽ ഇടിക്കും. അത് ഏകദേശം ഈ ഭാഗത്തായിട്ട് ഇടിച്ചിട്ട് ഈ താടിയിൽ ഇങ്ങോട്ട് ഊരിപ്പോരുന്ന രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതിലൊരു തർക്കമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ചതിക്കുക, പുറകെ നിന്ന് കുത്തുക, മറ്റേ സായി പറഞ്ഞ മാതിരി അടുപ്പിൽ ഊതുന്നവൻ്റെ ആസനത്തിൽ ഊതുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്യാരക്ടറൊക്കെയാണ്. ഈവൻ ഞാനും ആ ഒരു ക്യാരക്ടറൊക്കെ തന്നെയാണ്. ഇടിക്കും പറഞ്ഞാൽ ഇടിക്കും, അതിലൊരു ഡൗട്ടുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഒപ്പിച്ച് വച്ചിട്ട് എന്ത് നേടി? ഇത്രയും നേരമായിട്ട് താൻ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ, തനിക്ക് ഒരു എക്സ്പ്ലനേഷനും പറയാനില്ലേ? കാരണം ഡോക്ടർ റോബിൻ്റെയും പൊടിയുടെ കാര്യങ്ങളൊക്കെ ഇൻഡീപ്പ് ഞാൻ കാര്യങ്ങൾ ഇറങ്ങി ചെല്ലാത്തതുകൊണ്ടും ആരോ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ സീക്രട്ട് ഏജൻറ്റിൻ്റെയും ഈ ജാഫറിൻ്റെയും സ്നേഹയുടെയും വോയിസും കാര്യങ്ങൾക്കൊക്കെ ഞാൻ കേട്ടതുമാണ്, ബിബി എൻ്റെ അടുത്ത് സംസാരിച്ചതാണ്. സ്നേഹ അങ്ങനെയാണ്, സ്നേഹ മനഃപൂർവ്വം ഒറ്റി കൊടുത്തതാണ്, സ്നേഹയ്ക്ക് അത് അറിയായിരുന്നു. ഞാൻ ഹെൽനോസ് പാട്ട ത്രൂ വിളിച്ചു ചോദിച്ചാൽ അപ്പോൾ ഒന്നും തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു താനാണ് ഈ പണി ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന്. അതേപോലെ ജാസ്മിൻ്റെ കേസ്, ജാസ്മിനോട് തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നും അത് തെറ്റിയപ്പോഴുള്ള ഫ്രസ്ട്രേഷൻ ആണെന്നും അതുകൊണ്ട് തന്നെ അവളുടെ കുടുംബത്തിൽ കയറി കളിച്ച് അഫ്സലിനോട് ഇനിയിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വോയിസ് വരാൻ പോണത്, എന്തൊക്കെയാണ് വോയിസ് വരാൻ പോണത്? ഇത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർ തയ്ച്ചു വെച്ചോ, ലിറ്ററലി തയ്ച്ചു വെച്ചോ, എവിടെ നിന്നൊക്കെയാണ് പണി വരാമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ അയാളുടെ പേജും പൂട്ടിക്കണം, അയാൾക്കെതിരെ ആക്ഷനും എടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ വോയിസ് റെക്കോർഡ് എടുത്ത് ഇപ്പം 3 ആൾക്കാർ നിലവിൽ മൂഞ്ചിക്കുത്തി ഇരിക്കുന്നുണ്ട്. മൂഞ്ചിക്കുത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, റോബിനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും സീക്രട്ട് ആണെങ്കിലും ഒരടി കിട്ടി. ബട്ട് ദേ വിൽ റിയാക്ട്, ലിറ്ററലി ദേ വിൽ റിയാക്ട്. കാരണം ആരാണെങ്കിലും റിയാക്ട് ചെയ്ത് പോകും. കാരണം അങ്ങനെ ഒരുത്തം കയറി അങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാൽ നോക്കിക്കാൻ പറ്റുമോ? ലിറ്ററലി നോക്കിക്കാൻ പറ്റുമോ? അപ്പോൾ സീക്രട്ട് പറഞ്ഞ മാതിരി തന്നെ എന്തൊക്കെ വോയിസ് ഉണ്ടോ നീ വോയിസ് അങ്ങോട്ട് ഇറക്ക്. ഇപ്പം ഞാനും സംസാരിച്ചിട്ടുണ്ടല്ലോ, നമ്മളും സംസാരിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എൻ്റെ കയ്യിൽ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊന്നുമില്ല, ഞാനങ്ങനെ എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ താങ്കൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വൃത്തിക്ക് അറിയാം. അപ്പോൾ ഐ നെവർ എക്സ്പെക്ട് ദിസ് ഫ്രം യു, ലിറ്ററലി നെവർ എക്സ്പെക്ട്. ആ നല്ലൊരു മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ നല്ലൊരു മനുഷ്യനാണ്, പേജ് സപ്പോർട്ട് ചെയ്യാൻ എല്ലാത്തിനും. പക്ഷേ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നുള്ളത് നമുക്ക് ലിറ്ററലി അറിയില്ലായിരുന്നു. ഇമാതിരി സ്വഭാവം കൊണ്ട് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ അട്ടി കൊണ്ട് താൻ തീരുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല.
ഒരു ഡൗട്ടും ഇല്ല. കാരണം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഈ വോയിസ് ഈ സജസ്റ്റ് ചെയ്തത് സായും ഇവരെ നമ്മൾ സജസ്റ്റ് ചെയ്തത് വിവി, വോയിസ് എടുത്തത് വിവി, റെക്കോർഡ് ചെയ്തത് വിവി, എല്ലാം വിവി. എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി പല വീഡിയോസും യൂട്യൂബിൽ കാണുന്നില്ലല്ലോ വിവി. എവിടെ കൊണ്ടുപോയി പുൾ ഡൗൺ ചെയ്തത്? എവിടെ കൊണ്ട് പുൾ ഡൗൺ ചെയ്തത്? താൻ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് താൻ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കുക. ചില ആൾക്കാർ പറയുന്നുണ്ട് കേരളത്തിലെ യൂട്യൂബേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന വിവിയാണോ? അല്ലൊക്കെയാണ്. ഇവനല്ല കൺട്രോൾ ചെയ്യുന്നത്. ഇവൻ്റെ കൺട്രോളിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ജീവനും കൊണ്ട് ഓടിക്കോ. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും വോയിസ് ഇപ്പം നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ, നമ്മൾ തമാശ പറയാറുണ്ട്, കാര്യം പറയാറുണ്ട്, തെറി പറയാറുണ്ട്, പലതും പറയാറുണ്ട്. ഇങ്ങോട്ട് വരുന്ന സംസാരത്തിന് മറുപടിയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ചില സമയത്ത് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, മനസ്സിലായി? താൻ ഇങ്ങനെയാണ്, താൻ വോയിസ് വിറ്റ് കിടക്കുന്ന ആളാണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മുടെ സിറ്റുവേഷൻ, ഇപ്പോൾ ഞാനും സീക്രട്ട് ഞാൻ അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും സംസാരിക്കും. അത് വോയിസ് എടുത്ത് പുറത്തേക്ക് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്തില്ലാത്തരം എന്നുള്ളത് എൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല, മനസ്സിലായോ? സായിയുടെ കേസിൽ താൻ ചെയ്തതും ജാസ്മിൻ്റെ കേസിലും താൻ ചെയ്തത് ആരതിപ്പൊടിയും മറ്റേ ഡോക്ടറിൻ്റെയും മോശമെന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്തേക്ക് ഇൻബിൽഡ് ഞാൻ ആ കാര്യങ്ങളുടെ പുറകെ പോകാത്തതുകൊണ്ട് എനിക്ക് മോശമാണ് ചെയ്തത്, നല്ല മോശമാണ്. പക്ഷെ ഇതിൽ ഞാൻ ഉണ്ടായിരുന്നു ഇൻ ദ സെൻസ് ലൈക്ക് ജാസ്മിൻ്റെ കേസ് ഇവൻ സംസാരിക്കുമ്പോൾ ഇവൻ ആദ്യം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വന്നവനാ. പിന്നെ ഇവൻ നേരെ തിരിഞ്ഞു. ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ പോയി അവരുടെ പാരൻസിനെ ഇൻ്റർവ്യൂ ചെയ്ത് അഫ്സൽ ഫ്രണ്ടാന്ന് പറഞ്ഞു. ഈ അഫ്സലിൻ്റെ ഫ്രണ്ടായിട്ട് നിന്ന വിവിക്ക് തൻ്റെ പെങ്കൊച്ചിനോട് ഒരു നോട്ടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം താനൊക്കെ അറിയാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അടിവേര് തോണ്ടി ഒരു കൊല്ലം മുഴുവൻ ആ കൊച്ചിനെ വലിച്ചു കീറി തേച്ചൊടിച്ച് പുറകെ നിന്ന് കുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിയിട്ട് കത്തിച്ചിട്ട് പിന്നെ ഐസ് ഇട്ടിട്ട് പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ ഉപ്പിട്ട് പിന്നെ വെയിലത്ത് വെച്ച് പിന്നെ ഫ്രീസറിൽ വെച്ച് വളച്ചൊടിച്ചെടുത്ത് അതിന് കുറച്ച് മെൻ്റൽ കപ്പാസിറ്റിയും കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് അത് നിൽക്കുന്നു, മനസ്സിലായി? അവളുടെയൊക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വീട്ടിൽ കയറി ഒന്ന് ചവിട്ടി കൂട്ടിയനെ മോനെ തന്നെ. അതിൽ ഒരു ഡൗട്ടും ഇല്ല. സോ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്ക്. എന്താ തമ്മ ഉണ്ടാതിരിക്കുന്നത്? എന്താണ് തനിക്ക് എന്തൊന്നും സംസാരിക്കാനില്ലേ? സ്നേഹയുടെ കേസ്, സ്നേഹയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, അവിടെ കിട്ടിയ സൈബർ ബുള്ളിങ്, സീക്രട്ട് ഏജന്റ്, എന്തിനാണ് ഇങ്ങനെ കമൻ്റൊക്കെ കൊടുക്കുക? എന്ത് കാര്യം? തനിക്കെന്താ വിഷയം എന്താണോ? തൻ്റെ വിഷയം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ലിറ്ററലി മനസ്സിലാവുന്നില്ല. ചേറ്റത്തരത്തിൻ്റെ അങ്ങേയറ്റാ ചെയ്തത്, ചേറ്റത്തരത്തിൻ്റെ അങ്ങേയറ്റം, മനസ്സിലായോ? അപ്പോൾ അണയാൻ പോകുന്നൊരു തീയാണ്. ഇതിൻ്റെയൊക്കെ കൂടെ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെന്നെങ്കിൽ നൈസായിട്ട് ഊരാൻ നോക്കിക്കോ, അല്ലെങ്കിൽ അടപടലം നിങ്ങളും മൂഞ്ചും. ശരി.